ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കൾ ഞങ്ങളിപ്പോഴും പേടിച്ചാണ് കഴിയുന്നതെന്നും മക്കൾ പറഞ്ഞു. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. മറുപടി കേട്ട് പേടി തോന്നുന്നുണ്ടോ? നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും. പക്ഷേ ഈ കോടതിയുടെ വിധിയോ അതിന്റെ നടപടിക്രമങ്ങളിലോ ഒന്നും ഒരു തരത്തിലുമുള്ള ഒരു വിധി പറഞ്ഞപ്പോൾ പോലും ഒരു തരത്തിലുമുള്ള കുറ്റബോധവും ഇല്ലാതെയായിരുന്നു കോടതിയിലും ചെന്താമരയുടെ പെരുമാറ്റം. അത് ജിൽസി, ഏറെ പ്രമാദമായ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി ഉണ്ടായിരിക്കുന്നു. പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ശിക്ഷ വിധിക്കുന്നത് 15ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതായത് മറ്റന്നാളായിരിക്കും ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക. അതിനുശേഷം എന്താണ് ശിക്ഷ എന്നുള്ളത് വിധിക്കും. പ്രധാനമായും കൊലക്കുറ്റം, അതോടൊപ്പം തന്നെ തടഞ്ഞു നിർത്തൽ, ഈ വകുപ്പുകളാണ് പ്രോസിക്യൂഷൻ. ഇത് വകുപ്പുകളാണ് ഈ കേസിലുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ആ പ്രോസിക്യൂഷൻ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ജില്ലാ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് തന്നെ ഇതിനെ തള്ളുന്നതായിരുന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ ജില്ലാ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും നിർണായകമായി ഈ കേസിൽ ഈ പ്രതിക്ക് മനസ്താപം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും കോടതിക്ക് മുമ്പാകെ വന്നു. ഇങ്ങനെ ഈ രണ്ട് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ തെളിവുകളും, ഈ സാക്ഷികളുടെ മൊഴി അടക്കമുള്ള തെളിവുകൾ കോടതി കേട്ടു. ആ തെളിവുകളൊക്കെ തന്നെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ്, അതായത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുകയും പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയും ചെയ്തുകൊണ്ടാണ് കോടതി പ്രതി ചെന്താമര കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക എന്നുള്ളതാണ്. അത് 15-ന് ഈ മറ്റന്നാൾ തന്നെ ശിക്ഷാവിധിയിൽ വാദം കേട്ട് എന്താണ് പ്രതിക്കുള്ള ശിക്ഷ എന്നുള്ളത് കോടതി വിധിക്കും. പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ വേണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. നേരത്തെ കുടുംബത്തിൻ്റെ, അതായത് സുധാകരനെയും സജിതയുടെയും മക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടു. കുടുംബവും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒക്കെ തന്നെ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അത്തരത്തിൽ തന്നെയാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടായാലും അതുപോലെ ജില്ലാ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ടായാലും. ഈ റിപ്പോർട്ടുകൾ രണ്ടും ഈ കേസിൽ പ്രധാനമാണ്. കൂടാതെ ഇന്ന് കോടതിയിലെത്തിയ പ്രതി യാതൊരു മനസ്താപവും കൂടാതെ വളരെ കൂസലോടുകൂടിയാണ്, ഒരു കൂസലില്ലാതെയാണ് ഇന്ന് കോടതിയിലും പെരുമാറിയത്. തന്നെ തൂക്കാൻ വിധിച്ചോളൂ എന്നായിരുന്നു ജഡ്ജിയോട് ഈ വിധിക്ക് ശേഷം ജഡ്ജി പ്രതിയോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം. അപ്പോഴൊക്കെ തന്നെ യാതൊരു കൂസലുമില്ലാതെ ലാഘവത്തോടു കൂടി തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നുള്ളതായിരുന്നു ചെന്താമരയുടെ മറുപടി. അതായത് ഈ 3 പേരെ കൊന്നിട്ടും യാതൊരു മനസ്താവും ചെന്താമരക്കില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ചെന്താമരയുടെ കോടതിയുടെ മറുപടി. ഇല്ലാത്ത തരത്തിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള മറുപടി കൂടിയായിരുന്നു ചെന്താമര നൽകിയത്. വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്.